10ാം ക്ലാസ്സിലെ ഹിന്ദിയുടെ ആദ്യത്തെ പാഠം നമുക്കൊന്ന് പഠിച്ചാലോ? പാഠത്തിൻ്റെ പേര് കിഡ്കി. കിഡ്കി എന്ന് പറഞ്ഞാൽ ജനൽ. അഞ്ജു കർബന്ത എഴുതിയ ആളിൻ്റെ പേര് അഞ്ജു കർബന്ത. ഇതൊരു ലഘുകഥയാണ്. ലഘുകഥ എന്ന് പറഞ്ഞാൽ ചെറുകഥ. ഹോഷിയാർപൂർ സെ ഷാദി കാ ബുലാവ ആയാ ഥാ. ഹോഷിയാർപൂരിൽ നിന്ന് വിവാഹത്തിനുള്ള ക്ഷണം വന്നിരുന്നു. ട്രെയിൻ സേ ജാന തയ ഹുവ. ട്രെയിനിൽ പോകാമെന്നാണ് തീരുമാനിച്ചത്. തയ ഹുവ തീരുമാനിക്കുക. സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി ഥി. തണുപ്പ് ചെറിയ തോതിൽ അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു. തണുപ്പ് കാലം തുടങ്ങിയിരുന്നു. ഇസലിയെ അതുകൊണ്ട്, സോച്ച ചിന്തിച്ചു, ചലോ ഇസ് ബാർ എസി കെ ബജായെ ഈ പ്രാവശ്യം എസിക്ക് പകരം ജനറൽ കോച്ച് സേ സഫർ കാ ആനന്ദ് ലിയാ ജായേ. ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ യാത്രയുടെ രസം ആസ്വദിക്കാമെന്ന് തീരുമാനിച്ചു. പഹലെ ബീവി ബെച്ചെ ജനറൽ സേ ജാനെ പർ കുച്ച് നാരാസ് ഹുയേ. ആദ്യം ബീവി ബെച്ചെ ഭാര്യയും കുട്ടികളുമൊക്കെ ജനറൽ സേ ജാനെ പർ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോകുന്നതിന് കുച്ച് നാരാസ് ഹുയേ കുറച്ച് ദേഷ്യമായിരുന്നു. നാരാസ് ദേഷ്യപ്പെടുക. पर फिर थोड़ी ना नुकुर के बाद मान गए. എന്നാൽ കുറച്ച് എതിർപ്പുകൾക്കു ശേഷം, നാ നുകുർ എതിർപ്പുകൾക്ക് ശേഷം, മാൻഗയെ സമ്മതിച്ചു. ദില്ലി സെ ലഗ്ഭഗ് 8 ഘണ്ടെ കാ സഫർ. ദില്ലിയിൽ നിന്നും ഏകദേശം 8 മണിക്കൂർ യാത്ര. ഏകദേശം 8 മണിക്കൂർ യാത്രയാണ്. സീറ്റ് ബുക്ക് ദി. സീറ്റ് ബുക്ക് ചെയ്തിരുന്നു. തോ സ്യാദാ പരേശാനി നഹി ഹുയി. അതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. സ്യാദാ കൂടുതൽ, പരേശാനി ബുദ്ധിമുട്ട്. ബച്ചോനെ ചട്ട് ഖിഡ്കി വാലി സീറ്റ് ചപട്ലി. കുട്ടികൾ പെട്ടെന്ന് തന്നെ ജനലിനടുത്തുള്ള സീറ്റ് പിടിച്ചു. സീറ്റ് പിടിച്ച് അവരിരുന്നു. സാരാ സാമാൻ സെറ്റ്കർ മേം ഔർ പത്നി. സാധനങ്ങൾ മുഴുവൻ സെറ്റ് ചെയ്തതിന് ശേഷം മേം ഔർ പത്നി ഞാനും ഭാര്യയും കൂടെ ബാത്തോ മേ മഷ്ഗൂൽ ഹോ ഗയേ. സംസാരത്തിൽ മുഴുകിയിരിക്കാൻ തുടങ്ങി. സംസാരത്തിൽ മുഴുകിയിരുന്നു. അതായത് ഹോഷിയാർപൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. അവിടെ നിന്നും വിവാഹത്തിനുള്ള ക്ഷണം വന്നിരുന്നു. അപ്പോൾ അവിടേക്ക് വിവാഹത്തിന് പോകുന്നത് ട്രെയിന് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവർ ട്രെയിനിൽ പോകുന്ന ഒരു കഥയാണ് ഇവിടെ തുടങ്ങുന്നത്.